ഹായ്. കല്യാണത്തലേന്ന് വീടുകളിൽ ഉണ്ടാക്കുന്ന ലഡ്ഡു ഉണ്ടല്ലോ, അതിൻ്റെ സ്വാദാണിപ്പോൾ എൻ്റെ മനസ്സിൽ. അപ്പോൾ അതുപോലൊരു ലഡ്ഡു ട്രൈ ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു മെഷറിംഗ് കപ്പാണ് ഉപയോഗിച്ചത്. ഇതേ കപ്പിൽ തന്നെ 1.5 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് മധുരമായിരിക്കും. ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് വരെ ആകാം. ഇനി ആദ്യം നമുക്ക് ഈ കടലമാവ് കൊണ്ടൊരു ബാറ്റർ റെഡിയാക്കണം. വെള്ളം ഒഴിച്ച് കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ അത് കട്ട കെട്ടാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് ഞാനൊരു മിക്സിയുടെ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ കൂടെ വെള്ളവും ചേർത്ത് അടിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഈ 2 കപ്പ് കടലമാവിന് കൃത്യം 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക. ഈ അളവ് ഇതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്താൽ തെറ്റ് വരില്ല. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ദോശമാവിനേക്കാൾ അല്പം കൂടി അയഞ്ഞ കൺസിസ്റ്റൻസിയിലാണ് മാവ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പാകത്തിനാണ് കിട്ടുന്നത്. ഇനി ഇതിൽ കുറച്ച് സംഗതികൾ കൂടി ചേർക്കാനുണ്ട്. മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കി വെച്ചോളൂ. ഇതുപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കണം. മധുരപലഹാരമാണെങ്കിലും അതിൻ്റെ മധുരത്തെ ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പ് ചേർക്കാം, ഒട്ടും കൂടണ്ട. അതുപോലെ തന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയും. അത് നമ്മൾ ബൂന്തി ഉണ്ടാക്കി വരുമ്പോൾ നല്ലപോലെ പൊലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഫുഡ് കളറാണ്. ഫുഡ് കളറിന് പകരം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചു എന്ന് വിചാരിച്ചിട്ട് ലഡ്ഡുവിൽ മഞ്ഞളിൻ്റെ സ്വാദൊന്നും വരില്ല. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മഞ്ഞ നിറം ഫീൽ ചെയ്യില്ല, പക്ഷേ ബൂന്തീസ് ഉണ്ടാക്കി വരുമ്പോൾ കളർ കിട്ടിക്കോളും. ആദ്യം ഒരു പാനിൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ ഉള്ളതുപോലെ ഇട്ടാൽ മതി. നല്ലപോലെ മൂത്ത് വരുമ്പോൾ മാറ്റാം. അതിനോടൊപ്പം തന്നെ ഞാനൊരു ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ബൂന്തി വറുത്തെടുക്കുന്നത്. ഇത് റിഫൈൻഡ് ഓയിലാണ്. മാവ് റെഡിയായോ എന്നറിയാൻ ഒരു നുള്ളി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അത് പൊങ്ങി വരികയാണെങ്കിൽ കറക്റ്റായെന്ന് അർത്ഥം. ഞാനിപ്പോൾ ഹോൾസ് ഉള്ള ഒരു ചട്ടുകത്തിൽ കൂടിയാണ് ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എന്നാൽ അധിക സമയം എണ്ണയിൽ ഇടേണ്ട ആവശ്യമില്ല. ബ്രൗൺ ഒന്നും ആവരുത്. വെന്ത് കഴിയുമ്പോൾ ഉടനെ കോരിയെടുക്കുക. സ്റ്റീലിൻ്റെ ചട്ടുകോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഹോൾസ് ഉള്ള ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ച് ഇതുപോലെ ബൂന്തീസ് ഉണ്ടാക്കിയെടുക്കുക. വലിയ ബൂന്തിയായിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ എൻ്റെ അത്യാവശ്യം ചെറിയ ബൂന്തീസ് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ പൊടിക്കുന്നില്ല. വല്ലാതെ വലിയ കഷ്ണങ്ങളുള്ളത് മാത്രം ഒന്ന് കൈ കൊണ്ട് പൊട്ടിച്ചിടുന്നുണ്ട്. ഇനി ഒരു പാനിൽ നമുക്ക് പഞ്ചസാര ഉരുക്കാൻ വയ്ക്കാം. 1.5 കപ്പ് പഞ്ചസാര 1 കപ്പ് വെള്ളം ഒഴിച്ച് വയ്ക്കുക. അത് ഉരുകട്ടെ. അതിൻ്റെ പാകം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു നൂൽ പാവൊന്നും ആകരുത്. പഞ്ചസാര നല്ലപോലെ ഉരുകി ഒന്ന് കൊഴുത്ത് വരണം. അത്രയാവാൻ പാടുള്ളൂ. പഞ്ചസാര ഉരുകിയിട്ടുണ്ട്, ബബിൾസൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു റണ്ണിങ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അത് മാറിയിട്ട് കുറച്ചൊരു സ്റ്റിക്കി ആവുന്ന പരുവമാവണം. നമ്മളിങ്ങനെ ഒഴിച്ചു നോക്കുമ്പോൾ ഡ്രോപ്പായിട്ട് വീഴണം. എന്നാൽ ഒരു നൂൽപാവ ആകാനും പാടില്ല. ആ സമയത്ത് നമുക്ക് ബൂന്തീസ് ഇട്ട് കൊടുക്കാം. പാവ് മുറുകി കഴിഞ്ഞാൽ നമ്മുടെ ലഡ്ഡു പിന്നെ ഉരുട്ടാൻ പറ്റില്ല.
അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇപ്പോൾ പഞ്ചസാര പാനിയുടെ പാകം കറക്റ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുണ്ടാക്കിയ ബൂന്തീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിട്ട് നല്ലപോലെ വരട്ടിയെടുക്കണം. ബൂന്തീസൊക്കെ നല്ലപോലെ ഷുഗർ സിറപ്പ് കുടിച്ച് റെഡിയായി വരും. ഒട്ടും വെള്ളം ബാക്കിയുണ്ടാവില്ല. അതുവരെ നമ്മൾ ഇളക്കുക. ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഗ്രാമ്പൂ ചേർക്കേണ്ടവർക്ക് അതിടാം. പച്ചക്കർപ്പൂരം, കൽക്കണ്ടം, ഇങ്ങനെ പല സംഗതികളും ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഏലക്കാപ്പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഏതാണ്ട് പാകം കറക്റ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ വറുത്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ എക്സ്ട്രാ നെയ്യൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇത് വറക്കാൻ ഉപയോഗിച്ച ആ 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഉള്ളൂ. നല്ലപോലെ വെള്ളം വറ്റി കഴിയുമ്പോൾ അല്പസമയം അങ്ങനെ വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഒതുക്കി വയ്ക്കുക. 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചൂടൊക്കെ ഒന്ന് ആറി തുടങ്ങും. ആ സമയത്ത് ഉരുട്ടി തുടങ്ങാം. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഉരുട്ടിയെടുക്കണം. അഥവാ ഉരുട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ കയ്യിലൊന്ന് നെയ്യ് തടവിയിട്ട് ഉരുട്ടുക. ഇപ്പം ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അത്യാവശ്യത്തിനുള്ള നെയ്യൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. എളുപ്പം ഉരുട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റി ലഡ്ഡു എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ലഡ്ഡു. ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം പറയാനുള്ള മനസ്സുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് പിറ്റേ ദിവസം ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കുകയാണ്. ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ വളരെ ടൈറ്റായിട്ടുണ്ട്. ലഡ്ഡു നല്ല ടൈറ്റായിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ അല്പം ജ്യൂസി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.